1 ദിനവൃത്താന്തം അധ്യായം 7. ഇസാക്കറിൻ്റെ സന്തതികൾ. ഇസാക്കറിൻ്റെ പുത്രന്മാർ തോല, ഫൂവ, യാഷൂബ്, ഷിമ്രോൺ എന്നീ 4 പേർ. തോലായുടെ പുത്രന്മാർ ഉസി, റഫായ, യെറിയേൽ, യഹ്മായി, ഇബ്സാം, സാമുവേൽ. ഇവർ തോലായുടെ കുലത്തിലെ തലവന്മാരും അവരുടെ തലമുറകളിൽ പരാക്രമികളുമായിരുന്നു. ദാവീദിൻ്റെ കാലത്ത് അവരുടെ സംഖ്യ 22,600. ഉസിയുടെ പുത്രൻ ഇസ്രാഹിയായുടെ പുത്രന്മാർ മിഖായേൽ, ഒബാദിയ, ജോയേൽ, ഇഷിയ എന്നീ 5 പേർ. ഇവർ എല്ലാവരും പ്രമുഖന്മാരായിരുന്നു. അവർക്ക് അനേകം ഭാര്യമാരും പുത്രന്മാരും ഉണ്ടായിരുന്നു. അവരുടെ കുലത്തിൽ കുടുംബമനുസരിച്ച് ഗണങ്ങളായി തിരിച്ച 36,000 യോദ്ധാക്കളുണ്ടായിരുന്നു. ഇസാക്കർ ഗോത്രത്തിലെ എല്ലാ കുലങ്ങളിലും നിന്ന് ആകെ 87,000 പേർ സൈന്യത്തിലുണ്ടായിരുന്നു. ബെഞ്ചമിൻ, ദാൻ, നഫ്താലി. ബെഞ്ചമിൻ പുത്രന്മാർ ബേല, ബേഖർ, യദിയായേൽ എന്നീ 3 പേർ. ബേലായുടെ പുത്രന്മാർ എസ്ബോൻ, ഉസി, ഉസിയേൽ, യെറിമോത്ത്, ഈറിം. ഈ 5 പേർ കുലത്തലവന്മാരും യോദ്ധാക്കളുമായിരുന്നു. വംശാവലി പ്രകാരം ഇവരുടെ കുലങ്ങളിൽ ആകെ 22,034 പേർ. ബേഖറിൻ്റെ പുത്രന്മാർ സെമിറ, യോവാഷ്, എലിയേസർ, എലിയോവേനായ്, ഓമ്രി, യെറെമോത്ത്, അബിയ, അനാത്തോത്ത്, അലേമെത്ത്. വംശാവലി പ്രകാരം അവരുടെ കുലങ്ങളിൽ 20,200 ധീരയോദ്ധാക്കൾ. യദിയായേലിൻ്റെ പുത്രന്മാർ ബിൽഹാൻ്റെ പുത്രന്മാർ യവൂഷ്, ബെഞ്ചമിൻ, ഏഹൂദ്, കെനാന, സേഫ്ദാൻ, താർഷീഷ്, അഹിഷാഹർ. യദിയായേലിൻ്റെ കുലത്തിൽ വംശാവലി പ്രകാരം 17,200 യോദ്ധാക്കൾ. ഈറിൻ്റെ പുത്രന്മാർ ഷുപ്പീം, ഹുപ്പീം. അഹെറിൻ്റെ പുത്രൻ ഹുഷീം. നഫ്താലിയുടെ പുത്രന്മാർ യഹ്സിയേൽ, ഗൂനി, യേസർ. ബിൽഹായിൽ നിന്ന് ജനിച്ച ഷല്ലൂം. മനാസയുടെ സന്തതികൾ. മനാസയുടെ പുത്രന്മാർ അരമായക്കാരിയായ ഉപനാരിയിൽ നിന്ന് ജനിച്ച അസ്രിയേൽ. അവൾ ഗിലെയാദിൻ്റെ പിതാവായ മാഖീറിൻ്റെയും അമ്മയാണ്. മാഖീർ ഹുപ്പിമിനും ഷുപ്പിമിനും ഭാര്യമാരെ നൽകി. അവൻ്റെ സഹോദരി മാഖ. മാഖീറിൻ്റെ 2ാമത്തെ പുത്രൻ സെലോഫഹാദ്. അവന് പുത്രിമാരെ ഉണ്ടായിരുന്നുള്ളൂ. മാഖീറിൻ്റെ ഭാര്യ മാഖ ഒരു പുത്രനെ പ്രസവിച്ചു. അവന് പേരഷ് എന്ന് പേരിട്ടു. അവൻ്റെ സഹോദരനായ ഷേരഷിൻ്റെ പുത്രന്മാർ ഊലാം, റാഖേം. ഊലാമിൻ്റെ പുത്രൻ ബെദാൻ. ഇവർ മനാസയുടെ മകനായ മാഖീറിൻ്റെ മകൻ ഗിലെയാദിൻ്റെ പുത്രന്മാരാകുന്നു. ഗിലെയാദിൻ്റെ സഹോദരി ഹമ്മോലേക്യത്തിൻ്റെ പുത്രന്മാർ ഇഷ്ഹോദ്, അബിയേസർ, മഹ്ല. ഷെമീദായുടെ പുത്രന്മാർ അഹിയാൻ, ഷെക്കേം, ലിക്കി, അനിയാം. എഫ്രായിമിൻ്റെ സന്തതികൾ. എഫ്രായിമിൻ്റെ പുത്രന്മാർ തലമുറക്രമത്തിൽ ഷുത്തേലഹ്, ബേരത്ത്, തഹത്ത്, എലയാദ, തഹത്ത്, സാബത്ത്. ഷുത്തേലഹിൻ്റെ പുത്രന്മാർ ഏസർ, എലയാദ്. ഇവർ തദ്ദേശവാസികളായ ഗത്യരുടെ കന്നുകാലികളെ അപഹരിക്കാൻ ചെന്നപ്പോൾ കൊല്ലപ്പെട്ടു. പിതാവായ എഫ്രായിം വളരെ നാൾ അവരെക്കുറിച്ച് വിലപിച്ചു. സഹോദരന്മാർ ആശ്വസിപ്പിക്കാൻ ചെന്നു. പിന്നീട് അവൻ ഭാര്യയെ പ്രാപിക്കുകയും അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു. തൻ്റെ ഭവനത്തിന് അനർത്ഥം ഭവിക്കുകയാൽ അവന് പെറിയ എന്നു പേരിട്ടു. അവൻ്റെ മകൾ ഷേറ താഴെയും മേലെയുമുള്ള ബെത് ഹൊറോണും ഉസൻ ഷേരായും നിർമ്മിച്ചു. എഫ്രായിമിൻ്റെ മകൻ റേഫായുടെ പുത്രന്മാർ തലമുറക്രമത്തിൽ റേസെഫ്, തേലഹ്, തഹൻ, ലദാൻ, അമ്മീഹൂദ്, എലിഷാമ, നൂൻ, ജോഷുവ. അവർക്ക് അവകാശമായി ലഭിച്ച വാസസ്ഥലങ്ങൾ ബെതേൽ, കിഴക്ക് നാരാൻ, പടിഞ്ഞാറ് ഗേസർ, ഷെക്കേം, അയ്യ. മനാസയുടെ ദേശത്തിനരികെ ബെത് ഷയാൻ, താനാക്, മെഗീദോ, ദോർ എന്നിവയും അവയുടെ ഗ്രാമങ്ങളും. ഇസ്രായേലിൻ്റെ മകനായ ജോസഫിൻ്റെ പുത്രന്മാർ ഇവയിൽ വസിച്ചു. ആഷേറിൻ്റെ സന്തതികൾ. ആഷേറിൻ്റെ പുത്രന്മാർ ഇമ്ന, ഇഷ്വ, ഇഷ്വി, ബെറിയ. ഇവരുടെ സഹോദരി സേരഹ്. ബെറിയായുടെ പുത്രന്മാർ ഹേബർ. ബിർസായിത്തിൻ്റെ പിതാവായ മൽക്കിയേൽ. ഹേബറിൻ്റെ പുത്രന്മാർ യാഫ്ലത്ത്, ഷോമെർ, ഹോദാം. അവരുടെ സഹോദരി ഷൂവ. യാഫ്ലക്കിൻ്റെ പുത്രന്മാർ പാസാഖ്, ബിംഹാൽ, അശ്വത്. അവൻ്റെ സഹോദരനായ ഷേമറിൻ്റെ പുത്രന്മാർ റോഹ, യഹൂബ, ആരാം. അവൻ്റെ സഹോദരനായ ഹേലമിൻ്റെ പുത്രന്മാർ സോഫാഹ്, ഇമ്ന, ഷേലഹ്, ആമാൽ.
സോഫാഹിൻ്റെ പുത്രന്മാർ സൂവാഹ്, ഹർനേഫർ, ഷൂവാൽ, ബേരി, ഇമ്ര, ബേസർ, ഹോദ്, ഷമ്മ, ഷിൽഷ, ഇത്രാൻ, ബേര. യേഥറിൻ്റെ പുത്രന്മാർ യഫുന്ന, പിസ്പ, ആര. ഉല്ലയുടെ പുത്രന്മാർ ആരഹ്, ഹന്നിയേൽ, റിസിയ. ഇവർ ആഷേറിൻ്റെ ഗോത്രത്തിലെ കുലത്തലവന്മാരും പ്രസിദ്ധരായ വീരയോദ്ധാക്കളും പ്രഭുക്കന്മാരിൽ പ്രമുഖരും ആയിരുന്നു. സൈന്യത്തിൽ ചേർന്ന അവർ ആകെ 26,000 പേർ ഉണ്ടായിരുന്നു. ദൈവവചനമാണ് നാം കേട്ടത്.